ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകോളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ പുതിയ ഒരു എപ്പിസോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ, പ്രത്യേകിച്ചും ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുടെ ഒരു ഉയർന്ന നിലവാരത്തിലാണുള്ളത് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 2024 മ്യൂച്വൽ ഫണ്ടുകൾക്ക് വീണ്ടും ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. വിപണിയിലെ ഇടിവ് നേരിടാൻ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾക്ക് സാധിക്കുമോ, അത് നിക്ഷേപകർക്ക് നഷ്ടം വരുത്തുമോ, അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു അനാലിസിങ് നോക്കാം. അതായത് വൻതോതിൽ നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ച സ്മോൾ മിഡ് ക്യാപ്പ് ഫണ്ടുകളിലാണ് സെബിയുടെ ഈ ആഘാത പരിശോധന നടത്തിയിട്ടുള്ളത്. സെബിയാണ് ഇതിൻ്റെ ഒരു ആഘാത പരിശോധന നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണോ അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ചെറുകിട ഇടത്തരം ഓഹരികളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്ക് വിപണിയിലെ കുത്തനെയുള്ള ഇടിവ് നേരിടാനുള്ള കരുത്തുണ്ടോ, അതാണ് ക്വസ്റ്റ്യൻ. ഇതേക്കുറിച്ച് വീണ്ടും ആഘാത പഠനം നടത്താൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, തീരുമാനിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് വൻതോതിൽ നിക്ഷേപം പിൻവലിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ടോ എന്നും സെബി വിലയിരുത്തും. കാരണം പല കമ്പനികളും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദേശ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആണെങ്കിലും ഒറ്റയടിക്ക് നിക്ഷേപങ്ങൾ പിൻവലിച്ചു പോകും. അത് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ സാധാരണ ഇൻഡിവിജ്വൽ ബയേഴ്സും കൂടുതലായി വാങ്ങുമ്പോൾ മാത്രമേ നിലനിൽക്കും. പക്ഷേ ഇൻഡിവിജ്വൽ ബയേഴ്സിന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കരുത്ത് വളരെ കുറവായിരിക്കും. കാരണം അത് കുറഞ്ഞ നിക്ഷേപങ്ങൾ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ ഇതുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ബൈ ചെയ്യുക, അതുപോലെ കുറേ ബ്രോക്കറേജസ് ഉണ്ട്, ബാങ്കുകളുണ്ട്. ഇവരൊക്കെ ഒപ്പം ബൈ ചെയ്യുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ ഒഴിഞ്ഞു പോകുമ്പോൾ ബൈ ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ബൈ ചെയ്യുകയാണെങ്കിൽ അത് നിലനിന്നു പോകും. പക്ഷെ അങ്ങനെ ബൈ ചെയ്തോളന്നില്ല, സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ LIC ആണെങ്കിൽ തന്നെ ഇപ്പം 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1100 രൂപയിലേക്ക് LIC എത്തി. അതുകൊണ്ട് തന്നെ LIC വലിയ ഒരു ICICI കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഫിനാൻസ് സ്ഥാപനമായിട്ട് LIC മാറിയിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ചൊരു വേറൊരു വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. LICയിൽ നിക്ഷേപം നടത്തി IPO ഒക്കെ വാങ്ങിച്ച് IPO ഒക്കെ നഷ്ടമായി വന്നിട്ട് അതിൽ വിഷമിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ നഷ്ടത്തിന് വിൽക്കുകയും ചെയ്തു. പക്ഷെ പലരും നഷ്ടത്തിൽ വിൽക്കാതെ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാനും കഴിഞ്ഞു. പക്ഷെ അത് അത്രയും നല്ല ശക്തമായിട്ടുള്ളൊരു കമ്പനിയാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് LIC എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ ശക്തിയുണ്ട്, അതിൻ്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നമുക്ക് വേറെ മറ്റു വീഡിയോയിൽ കൂടുതൽ പറയാം. ഇപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിന് ഉണ്ടാകാവുന്ന ഒരു ആഘാത പഠനത്തിനെ കുറിച്ചാണ് സെബി നടത്തിയുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിലേക്ക് വൻതോതിൽ നിക്ഷേപം ഒഴുകിയതിനെ തുടർന്ന് ആണിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇവർ അഗ്നിപരീക്ഷയായിട്ട് നേരിടുന്നത്. നിക്ഷേപത്തിലെ വർധന, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ നൽകി വരുന്ന ആദായത്തിൽ വർധന ഉണ്ടോ എന്നാണ് റിസ്ക് പരിഗണിക്കാതെ നേട്ടത്തിൻ്റെ പുറകെ നിക്ഷേപകർ കൂട്ടത്തോടെ പോകുന്നത്. 52 ആഴ്ചക്കിടെ സെൻസെക്സിലെ നേട്ടം 20%ആണെങ്കിൽ BSE സ്മോൾ ക്യാപ്പ് സൂചിക 65% ഉയർന്നത്. മിഡ് ക്യാപ്പ് ആകട്ടെ 59%. ഇതോടെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ 2023 മാത്രം 43,150 കോടി രൂപയാണ് നിക്ഷേപമായെത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം. ആ വലിയ തോതിലുള്ള നിക്ഷേപം വന്ന് കൂടുന്നുണ്ട്, വലിയ തോതിൽ ലാഭം കൊടുത്തിട്ട്. ഇതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ടോ, സംശയം ഉണ്ടെന്ന് വെച്ചെങ്കിൽ വീണ്ടും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിലൂടെ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. സമയത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റിപ്ലൈ തരും. നേട്ടക്കണക്ക് ഇങ്ങനെ: സ്മോൾ ക്യാപ്പ് വിഭാഗത്തിലെ മുൻനിരയിലുള്ള ഫണ്ടുകളിൽ നിന്ന് ഒരു വർഷക്കാലയളവിൽ നൽകിയ ആദായം 73%. 3 വർഷക്കാലയളവിൽ 49%, 5 വർഷക്കാലയളവിൽ 39% ആദായം മികച്ച ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടുകളിൽ ഒന്നിൽ 5 വർഷം മാസം തോറും SIP ആയി 10,000 രൂപ വീതം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മൂല്യം 14.82 ലക്ഷം ആയിരുന്നു. 6 ലക്ഷം രൂപ മാത്രമാണ് ഈ കാലയളവിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. ആദായം 38.27%. അപ്പോൾ അത് വലിയ വളർച്ച ഉണ്ടാക്കാവുന്ന ഇതാണ് ഈ
മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ സ്മോൾ ക്യാപ്പ് മുതൽ ഉൾപ്പെടുത്തിയിട്ട് മിഡ് ആൻഡ് സ്മോളായിട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ ചെയ്ത് ചുരുങ്ങിയത് 2-3 വർഷം. കാരണം ഇപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അടുത്ത വർഷം ചിലപ്പോൾ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ആ നഷ്ടം കവർ ചെയ്ത് വരണമെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്തുണ്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അതിൽ ലാഭം ഉണ്ടാവുള്ളൂ. അത് നഷ്ടം വരുമ്പോൾ വിറ്റ് പോയി കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് കലാശിക്കുകയും ചെയ്യും. പക്ഷേ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളൊക്കെ പ്രത്യേകിച്ചും അതിൽ നിക്ഷേപം നടത്തുന്നത് വളരെ ആദായകരമാണ്. അല്ലാതെ ലാഭം നൽകുന്നുണ്ട്. 70% വരെയൊക്കെ ലാഭം കൊടുത്തതെന്ന് പറയണ ഈ വർഷം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ വർഷവും അങ്ങനെ കൊടുത്തോളന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നിക്ഷേപം, അത് SIP, അതുപോലെ അല്ലെങ്കിൽ ഡിപ്പോൺ ബൈ, അതുപോലെ തന്നെ അത് വിറ്റൊഴിവാക്കാതെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം വേണം. മറ്റാവശ്യങ്ങൾക്കുള്ള പണം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കരുത്. കാരണം അത് തിരിച്ച് നമ്മളുടെ സമയത്തിന് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും. മാർക്കറ്റിൻ്റെ വളർച്ചക്കനുസരിച്ച് മാത്രമേ തിരിച്ചെടുക്കാനാവൂ. പെട്ടെന്നുള്ള പണം അതിന് നിക്ഷേപിക്കരുത്. നിക്ഷേപ വീതം സെബിയുടെ മാനദണ്ഡ പ്രകാരം സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ മൊത്തം ആസ്തിയുടെ 65% തുകയും സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള 35% വൻകിട ഓഹരികളിൽ നിക്ഷേപിക്കുകയോ പണമായി സൂക്ഷിക്കുകയോ ചെയ്യാം. മിഡ് ക്യാപ്പ് ഫണ്ടുകൾക്കും സമാനമായ വ്യവസ്ഥയാണ്. 65% തുകയും മിഡ് ക്യാപ്പിൽ വകയിരുത്തണം. അപ്പോൾ ഇങ്ങനെ ചില നിഷ്കർഷകൾ ഗവൺമെൻറ് ഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ടുകളിൽ അത്രയും കാശിടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് മാനേജർമാരുടെ അടുത്ത് കാശിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അതിന് കുറച്ച് ക്യാഷായിട്ട് സൂക്ഷിക്കണം. അതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറേ പൈസ, ഒരു നിശ്ചിത ശതമാനം ക്യാഷായിട്ട് സൂക്ഷിക്കുക. പിന്നീട് ചില ഫണ്ടുകൾ കുറച്ചൊക്കെ ലാർജ് ക്യാപ്പുകൾ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഈ ഫണ്ടുകൾ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ അത് വീണ്ടും തുറന്നു കൊണ്ടാൻ പറ്റൂ. എന്നിരുന്നാലും വീണ്ടും ആളുകൾ ഇതിൽ നിക്ഷേപം നടത്തി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ, കാരണം ലാഭെടുത്ത് പോയവരൊക്കെ വീണ്ടും നിക്ഷേപം നടത്തി തുടങ്ങും ആ കുറഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ അത് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ആ ഒരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഫ്ലെക്സി ക്യാപ്പ് കൊടുക്കുക നല്ലതാണ്. ഏറ്റവും നല്ലത് ലാർജ് ക്യാപ്പ്, വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണത്, നേരത്തുള്ള എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് മാനേജർക്ക് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫണ്ടുകൾ ലാർജ് ക്യാപ്പിൽ നിക്ഷേപിക്കണമെന്ന് അതിലേക്ക് മാറ്റാം, സ്മോൾ ക്യാപ്പിലേക്കോ മിഡ് ക്യാപ്പിലേക്കോ വേണമെങ്കിൽ അതിലേക്ക് മാറ്റാം. ഇത്ര ശതമാനം ഇന്നതിൽ ചെയ്യണമെന്നുള്ള നിഷ്കർഷമില്ല. അത് ഉള്ള ഫണ്ടുകളാണ് ഇപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ല എത്ര % വയ്ക്കണം എന്നുള്ളത് ഗവൺമെൻറ് നിഷ്കർഷമുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ഫണ്ടിൻ്റെ ദൗർലഭ്യത സ്വാഭാവികമായിട്ടും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുറേ കാശൊക്കെ അവർ പണമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിലും എന്നിരുന്നാലും ഇനി അതിൻ്റെ പ്രതിസന്ധി നേരിടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. പ്രതിസന്ധി നേരിടാൻ പൊതുവെ മ്യൂച്വൽ ഫണ്ട് ആസ്തിയുടെ 1% അത് മുതൽ 5% വരെ ആകാം പണമായി സൂക്ഷിക്കാറുണ്ട്. 1% മുതൽ 5% വരെ പണമായി സൂക്ഷിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ സെബിയുടെ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ രീതിയാണ് തുടർന്നു പോരുന്നത്. പോർട്ട്ഫോളിയോയിൽ വൻകിട ഓഹരികൾ ഉള്ളതിനാലും നിശ്ചിത ശതമാനം പണം കരുതുന്നതിനാലും പ്രതിരോധ നടപടി എന്ന നിലയിൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയുമെന്നാണ് AMCയുടെ വിശ്വാസം. കാരണം ഒരു നിശ്ചിതമാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഇവർക്ക് വാങ്ങാൻ കഴിയും. ഇതൊക്കെയാണെങ്കിലും കൂടുതൽ ഒന്നിച്ച് വിറ്റഴികളുണ്ടാകുമ്പോൾ ആ ഒരു ഇതുകൊണ്ട് സാധ്യത എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ വീണ്ടും നിക്ഷേപങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൽ നിന്ന് കരകയറാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദീർഘകാലത്തേക്ക് നമ്മളിപ്പം പറയുന്നത്. സ്മോൾ ക്യാപ്പ് വിഭജനം 500 കോടി രൂപയിൽ താഴെ വിപണിയുള്ള മൂല്യമുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 5000 കോടി രൂപയിൽ താഴെ വിപണി മൂല്യമുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5000 കോടി രൂപ മുതൽ 20,000 കോടി രൂപ വരെ വിപണി മൂല്യമുള്ളവയാണ് മിഡ് ക്യാപ്പ് ഓഹരികൾ. ഇവയിൽ പലതും വിപണിയുടെ തകർച്ചകളിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്തവയാണ്. സൂചികകൾ റെക്കോർഡ് ഉയരത്തിലെത്തിയാൽ കനത്ത നഷ്ടത്തിലോടുന്ന പല കമ്പനികളുടെയും ഓഹരി വിലയിൽ കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. വിപണി ഇടപെടലുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് അടിസ്ഥാനം മോശമായിട്ട് കൂടി ഓഹരി വില ഉയരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്.